CA എക്സാംസിൽ സ്റ്റുഡൻസ് വരുത്തുന്ന മിസ്റ്റേക്സ് നമ്മളൊന്ന് അസസ് ചെയ്യുകയാണെങ്കിൽ അതിൽ പലപ്പോഴും നമുക്ക് എക്സാം ഫെയിലായി എന്നുള്ളതൊരു മിസ്റ്റേക്കിൻ്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ്, അതിനേക്കാൾ ക്രൂഷ്യലായിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് എക്സാം സ്കിപ്പ് ചെയ്തു എന്നുള്ളത്. ഇഫ് നിങ്ങളും ഇപ്രാവശ്യം ഇതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദിസ് ഇസ് വൺ ഡിസിഷൻ ദാറ്റ് യു ഗോയിങ് ടു റിഗ്രറ്റ് ഇൻ യുവർ നെക്സ്റ്റ് അറ്റംപ്റ്റ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് പ്ലാനൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടാവും. ഞാൻ ഈ പെർട്ടിക്കുലർ മന്ത് ആകുമ്പോഴേക്കും എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യും, ഇത്ര റൗണ്ട് റിവിഷൻ ഞാൻ ചെയ്യും, ഇത്ര നമ്പർ ഓഫ് RTPs, മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല സെറ്റായിട്ട് എക്സാം ഹോളിൽ പോവുക എന്നുള്ളത്. ആൻഡ് നൗ ഓൾ ഓഫ് എ സഡൻ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ യു സ്റ്റാർട്ട് ഡൗട്ടിങ് യുവർ സെൽഫ് ആൻഡ് യുവർ ലൈക്ക് നല്ല ഈ അറ്റംപ്റ്റ് പോട്ടെ, അടുത്ത അറ്റംപ്റ്റ് നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് എക്സാം എഴുതുക എന്നുള്ളത്. ഡോണ്ട് ഡു ദാറ്റ്. ബിക്കോസ് അറ്റ്ലീസ്റ്റ് എൻ്റെ ഇത്രയും വർഷത്തെ 15 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ വാട്ട് ഐ കുഡ് റിയലൈസസ് CA കോഴ്സിൽ പ്ലാൻ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു റിയലൈസ് ദാറ്റ് നമ്മൾ പ്ലാൻസ് എപ്പോഴും വർക്കൗട്ട് ആവില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ എക്സാം സ്കിപ്പ് ചെയ്യല്ല വേണ്ടത്, നമ്മൾ പ്ലാൻ റിവൈസ് ചെയ്യുക വേണ്ടത്. എന്നോട് തന്നെ എൻ്റെ ഒരുപാട് ഫാക്കൽറ്റി പറഞ്ഞിരുന്നത് 3 റൗണ്ട് റിവിഷൻ ചെയ്യണം എന്നുള്ളതൊക്കെയാണ്. ഐ കുഡൻ ഡു ദാറ്റ്, ഫോർഗെറ്റ് ഐ കുഡൻ ഡു ദാറ്റ്, ഐ കുഡൻ ആക്ച്വലി തിങ്ക് അബൌട്ട് ഇറ്റ്. ആൾക്കാർ ഇത് എങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആക്കുക എന്നുള്ളത്. എനിക്കൊരു റൗണ്ട് സ്റ്റഡീസ് തന്നെ വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് മൈ ഫസ്റ്റ് റൗണ്ട് റിവിഷൻ ഇറ്റ് സെൽഫ് വാസ് നോട്ട് പ്രോപ്പർ ഓർ പെർഫെക്റ്റ്. ബട്ട് സ്റ്റിൽ എക്സാം എഴുതി പാസ്സായി. സോ ഡോണ്ട് കമ്പയർ യുവർ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ വിത്ത് സംവൺസ് ഐഡിയൽ പ്ലാൻ. ഒരുപാട് സ്റ്റുഡൻസ് അറ്റംപ്റ്റ് ഡെഫർ ചെയ്യാറുള്ളത്, സ്കിപ്പ് ചെയ്യാറുള്ളത് ബിക്കോസ് ദേ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് മാജിക്കൽ മൊമെൻറ്റ് ദാറ്റ് ഇപ്പോൾ ഞാൻ 100% പ്രിപ്പയർഡ് ആണ്. നൗ റെയർലി വെരി ഫ്യൂ സ്റ്റുഡൻസ് മാത്രമേ ഒരു 100% പ്രിപ്പയർഡ് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ടറി ലെവലുമായിട്ട് എക്സാം ഹോളിൽ പോകാറുള്ളത്. ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത റാങ്ക് ഹോൾഡേഴ്സ് വരെ പലരും അവർ ഡൗട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് തോന്നിയ കേസസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഓർ ദേ ടോൾഡ് മീ ദാറ്റ് പഠിച്ചതൊക്കെ ഏകദേശം ഞാൻ മറന്നു തുടങ്ങി എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ദേ ക്ലിയർഡ് ബിക്കോസ് ദ ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ ഓവർ ഹിയർ ഇസ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവർ എക്സാം ഹോളിൽ പോയി എക്സാം അപ്പിയർ ചെയ്ത് എക്സാം എഴുതി എന്നുള്ളതാണ് വാട്ട് മാറ്റേഴ്സ്. ഇനിയിപ്പോൾ നിങ്ങൾ എക്സാം എഴുതിയില്ല എന്ന് തന്നെ നോക്കുക. ഓണസ്റ്റ്ലി ആസ്ക് യുവർ സെൽഫ് ജസ്റ്റ് ദിസ് വൺ ക്വസ്റ്റ്യൻ. ശരി, അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്തു, ഇനി നാളെ രാവിലെ മുതൽ ഞാൻ സീരിയസ് ആയിട്ട് എൻ്റെ അടുത്ത അറ്റംപ്റ്റിലേക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമോ? അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു കേസ് ഞാൻ കണ്ടിട്ടില്ല. വാട്ട് നോർമലി ഹാപ്പൻസ് ഇസ് ഓക്കെ പോട്ടെ, നമ്മൾ ഒരു റിലീഫ് കിട്ടി നമുക്ക്. ഇനിയിപ്പോൾ എക്സാം എന്തായാലും അടുത്ത മാസമല്ലല്ലോ, ഒരു 4 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആൻഡ് ദെൻ വി സ്റ്റാർട്ട് ഡെഫറിങ് തിങ്സ്. 1 മാസം കഴിഞ്ഞ് പോവും, 2 മാസം കഴിയും, 3 മാസം കഴിയും. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരുപാട് ഫാമിലി ഫംഗ്ഷൻസ്, ഒരുപാട് ഫെസ്റ്റിവൽ, വി എൻജോയ് അവർ സെൽഫ്. ആൻഡ് ദെൻ ഓൾ ഓഫ് എ സഡൻ നമ്മളിതാ അറ്റംപ്റ്റ് നമ്മൾ നേരെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ആൻഡ് വി ആർ അറ്റ് ദ സെയിം ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ആസ് വി വർ ഏർലിയർ. സോ എക്സാം സ്കിപ്പ് ചെയ്തതുകൊണ്ട് നിങ്ങളെ പ്രോബ്ലം അവിടെ പോകുന്നില്ല, നിങ്ങൾക്കാകെ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു എന്ന് മാത്രം. ഐ വുഡ് അഡ്വൈസ് നിങ്ങൾ ജസ്റ്റ് ആ റിസൾട്ടിൻ്റെ ദിവസമുള്ള പാസ് ഓർ ഫെയിൽ, സക്സസ്ഫുൾ ഓർ അൺസക്സസ്ഫുൾ എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്യാതെ തിങ്ക് അബൌട്ട് പ്രോഗ്രസ്. ഇഫ് നിങ്ങൾക്ക് ബോത്ത് ഗ്രൂപ്പ് ഇപ്പോഴും പോസിബിൾ അല്ല എങ്കിൽ തിങ്ക് അബൌട്ട് സിംഗിൾ ഗ്രൂപ്പ്. ഇപ്പോഴും നോക്കുകയാണെങ്കിൽ വൃത്തിക്ക് 10 ദിവസം കിട്ടും നമുക്കൊരു സബ്ജക്റ്റിന്. ആൻഡ് ദാറ്റ് ഇസ് മോർ ദാൻ സഫീഷ്യൻറ്റ് ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ. ഇനി എന്തെങ്കിലും സിറ്റുവേഷനിൽ അതും പോസിബിൾ അല്ല, അറ്റ്ലീസ്റ്റ് ഫൈറ്റ് ഫോർ എൻ എക്സെപ്ഷൻ. നിങ്ങൾ അടുത്ത അറ്റംപ്റ്റിലേക്കും കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി തരും. CA എക്സാംസിൽ പ്രിപ്പറേഷൻ പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ. ബട്ട് ഓൾമോസ്റ്റ് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എക്സാം ഹാളിലുള്ള ആ ദിവസത്തെ ആ 3 മണിക്കൂറിലെ നമ്മളെ പെർഫോമൻസ്. ബട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് കേസസ് വെയർ അത്യാവശ്യം നല്ല പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻസ് അൺവാണ്ടഡ് സ്ട്രെസ്സും ടെൻഷനും എടുത്തിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ, ക്ലിയർ ചെയ്യാൻ പറ്റാത്ത കേസസും ആസ് കമ്പയർഡ് ടു ഒരു ആവറേജ് ലെവൽ പ്രിപ്പറേഷനുള്ള സ്റ്റുഡൻറ്റ് മൈൻഡ് കാമാക്കി വെച്ച് ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് കൊണ്ടുപോയിട്ട് ക്ലിയർ ചെയ്ത കേസസ് ഉണ്ടായിട്ടുണ്ട്. The point that I'm trying to say over here is എക്സാംസ് ആയിട്ടില്ല, ഇറ്റ് ഈസ് ഗോയിങ് ടു കം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ പോവാണ്. അറ്റ്ലീസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. ഹൂ നോസ്, ഈ പ്രാവശ്യത്തെ അറ്റംപ്റ്റിലെ പേപ്പർ അത്ര വലിയ ടെക്നിക്കലോ കാര്യങ്ങളൊന്നും അല്ല. ആൻഡ് യു കുഡ് ഗിവ് ഒരു സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ആൻഡ് യു കുഡ് ക്ലിയർ ദി എക്സാംസ്. So at least give a try before you quit on yourself. I want you to imagine exams start ആയി, വൺ ബൈ വൺ ഓരോ സബ്ജക്ട്സ് കംപ്ലീറ്റ് ആയി പോവാണ്. ആൻഡ് യു സീയിങ് യുവർ ഫ്രണ്ട്സ് ആർ ഡിസ്കസിങ് ദ പേപ്പേഴ്സ്. നിങ്ങൾ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ യു റിയലൈസ് ദാറ്റ് ഞാൻ ഇതൊരു അൺവാണ്ടഡ് ടെൻഷൻ അടിച്ചതായിരുന്നു, പേപ്പർ അത്ര മോശമൊന്നും അല്ലായിരുന്നു. ആൻഡ് ദെൻ യു സ്റ്റാർട്ട് ഫീലിംഗ് ദ റിഗ്രറ്റ്.
നിങ്ങൾ ആ ട്രൈ പോലും ചെയ്തില്ല എന്നുള്ള ആ ഒരു തോട്ട് ഉണ്ടല്ലോ, ദാറ്റ് റിഗ്രറ്റ് ഈസ് ഗോയിങ് ടു ഹേർട്ട് മോർ ദാൻ ഫെയിലിംഗ് ആഫ്റ്റർ ഗിവിങ് യുവർ ബെസ്റ്റ്. നൗ വെദർ യു റൈറ്റ് ദി എക്സാം ഓർ യു ഡോണ്ട് അപ്പിയർ, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തായാലും എക്സാം കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അതിൽ തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് വന്നിട്ട് എക്സാം എഴുതാനും പോവാണ്. റിസൾട്ട്സും വരും. ഒരുപാട് സ്റ്റുഡൻസ് പാസ്സാവുകയും ചെയ്യും. പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ അത്ര പോലും പ്രിപ്പറേഷൻ ഇല്ലാത്ത സ്റ്റുഡൻസ് ഇത് ക്ലിയർ ചെയ്യുന്ന കേസസും ഉണ്ടാവും. ജസ്റ്റ് ഡോണ്ട് എലിമിനേറ്റ് യുവർ സെൽഫ് ഈവൻ ബിഫോർ ദ റേസ് ഹാസ് ബിഗൺ. എൻ്റെ കേസിൽ തന്നെ ഒരു പേഴ്സണൽ ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഡ്യൂറിങ് മൈ പ്രിപ്പറേഷൻസ് ദർ വർ ടു ഫ്രണ്ട്സ്. ഞാൻ ഫ്രീക്വൻ്റ്ലി അവർ ക്ലിയർ ചെയ്തതാണ്, എൻ്റെ സീനിയേഴ്സാണ്. ഐ യൂസ് ടു ഫ്രീക്വൻ്റ്ലി കോൾ ദം. അതിൽ ഒരു പേഴ്സൺ എപ്പോഴും പറയാറുള്ളത്, ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ ലെവലൊക്കെ ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഹി യൂസ് ടു സേ, ഷാൻല ഇത്ര പഠിച്ചാൽ പോരാ, നീ ഇതുകൂടി ചെയ്യണം, നീ RTP ചെയ്യണം, അത് ചെയ്യണം, ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ആൻഡ് ഐ യൂസ് ടു ഫീൽ പാനിക്ഡ്. രണ്ടാമത്തെ ആള്, വെനെവർ ഐ യൂസ് ടു കോൾ ഹിം, ഹി യൂസ് ടു ടെൽ മീ, ഷാൻല നീ ഇത്രയൊക്കെ പഠിച്ചോ, ഞാൻ ഇത്ര പോലും പഠിച്ചിട്ടില്ലായിരുന്നു, ഇതൊക്കെ തന്നെ മോർ ദൻ സഫിഷ്യൻ്റ് ആണ്. ആൻഡ് ഐ നെവർ നോ, മേ ബി ആദ്യം പറഞ്ഞ ആളായിരിക്കും എന്നോട് സത്യം പറഞ്ഞത്, രണ്ടാമത്തെ ആൾ പറഞ്ഞത് ചിലപ്പോൾ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ കള്ളം പറഞ്ഞതായേക്കാം. ബട്ട് ആ സെക്കൻഡ് പേഴ്സൺ പറഞ്ഞ ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതിയായിരുന്നു ടു ബൂസ്റ്റ് മൈ കോൺഫിഡൻസ് ആൻഡ് മേക്ക് മൈ സെൽഫ് ഫീൽ ഓക്കെ, നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻസ്, പോയി എക്സാം എഴുതുക എന്നുള്ളതും ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നത്. ഐ സ്റ്റോപ്ഡ് കോളിംഗ് ദ ഫസ്റ്റ് പേഴ്സൺ ആൻഡ് ഞാൻ ഫ്രീക്വൻ്റ്ലി ആ സെക്കൻഡ് പേഴ്സണുമായിട്ടായിരുന്നു പലപ്പോഴും കോൺടാക്ട് കീപ്പ് ചെയ്തിരുന്നത്. ആൻഡ് ഐ കുഡ് ക്ലിയർ ദി എക്സാം ഓൾസോ. ആൻഡ് നൗ വെൻ ഐ ലുക്ക് ബാക്ക്, ഐ ഡോണ്ട് നോ എൻ്റെ പ്രിപ്പറേഷൻ ലെവൽ എത്ര ആയിരുന്നു, ഞാൻ കംപ്ലീറ്റ് ചെയ്തത് 70% ചെയ്യുന്നോ 80% ചെയ്യുന്നോ, ഐ ഡോണ്ട് നോ എന്തൊക്കെ മിസ്റ്റേക്സ് ഞാൻ വരുത്തി, ഐ ഡോണ്ട് ഈവൻ റിമെമ്പർ മൈ മാർക്സ്. ബട്ട് വാട്ട് ഐ റിമെമ്പർ ഇസ്, ഈവൻ ദോ ഞാൻ 100% പ്രിപ്പയർഡ് അല്ലാത്ത സിറ്റുവേഷനിൽ പോലും എക്സാംസിന് അപ്പിയർ ചെയ്തു, എല്ലാ സബ്ജക്റ്റും എഴുതി. ആൻഡ് ടുഡേ ഐ എം സിറ്റിംഗ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് യു ആസ് എ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. യുവർ ഡ്യൂട്ടി ഈസ് നോട്ട് ടു തിങ്ക് അബൌട്ട് ദി റിസൾട്ട്, അത് ICS ചെയ്തോളൂ. യുവർ ഡ്യൂട്ടി ഈസ് ജസ്റ്റ് ടു ഗോ ദെയർ ടു ദ എക്സാം ഹാൾ and write the exams, give your best.